അതൊക്കെ അതും ഈ പറയുന്നതിൻ്റെ അകത്ത് രാഷ്ട്രീയ താല്പര്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇത് ഓഡിറ്റ് റിപ്പോർട്ടാണ്. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ട്? ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കണക്ക് പരിശോധിച്ച് അവർ കാണുന്ന ചില എറർ എന്താണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. കണ്ണൂർ കോർപ്പറേഷൻ്റെ അകത്ത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് 1,77,00,000 എറർ പറയുന്നുണ്ട്. അതിന് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതെന്താണെന്ന് വിശദീകരിച്ച് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഓഡിറ്റ് റിപ്പോർട്ടാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ജില്ലാ പഞ്ചായത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിനയച്ച് ഒരു 10-12 കോടി രൂപയുടെ എറർ കാണിച്ചു തരാം. അതിൽ കൂടുതൽ കോടി രൂപയുടെ. അപ്പോൾ എറർ വന്നു കഴിഞ്ഞാൽ എന്താ? ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് മറുപടി കൊടുക്കും. ആ മറുപടി പരിശോധിച്ചതിന് ശേഷമാണ് അത് കൃത്യമായ മറുപടിയാണോ അതല്ല നഷ്ടം യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ. ഇപ്പോൾ ചേലോറയെ സംബന്ധിച്ചിട്ട് അതിന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടി പ്രകാരം ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച എന്ന് പറഞ്ഞാൽ ശരിയില്ല. ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത മറുപടി പ്രകാരം 4 കോടിയിൽ പരം രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് 2,50,00,000 കൊടുത്തിട്ടുള്ളൂ എന്നതാണ്. വീണ്ടും കാശ് കൊടുക്കാനുണ്ടെന്നതാണ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത മറുപടി. അപ്പോൾ എങ്ങനെയാണ് കോർപ്പറേഷന് നഷ്ടമുണ്ടാക്കുന്നത്? അപ്പോൾ അത് എന്താണ് കാണപ്പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുത്തുകൊണ്ട് ചില ആളുകൾ പുറപ്പെടുന്നു. മറ്റൊന്ന്, ഇത് മോശമാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം ചില കാര്യത്തിൽ നടക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യത്തിനകത്ത് വലിയൊരു ചർച്ച ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യം ഈ സംഭവം സോണ്ട എന്ന് പറയുന്ന കമ്പനിക്ക് ഗവൺമെൻറ് ടെൻഡർ ചെയ്ത് കൊടുത്ത സംഗതിയാണ്. സാധാരണ ഇതിൽ ടെൻഡറിൽ ഒന്നിൽ കൂടുതൽ കമ്പനികൾ പങ്കെടുത്താൽ മാത്രമേ ടെൻഡർ അംഗീകരിക്കൂ. എന്നാൽ സിംഗിൾ ടെൻഡറായിരുന്നു സോണ്ട. ഏതാണ് സോണ്ട? വൈക്കം വിശ്വൻ എന്ന് പറയുന്ന CPM നേതാവിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കമ്പനിയാണ്, വിജയകുമാറിൻ്റെ കമ്പനിയാണ് സോണ്ട. അതിന് 1 ക്യൂബിക് മീറ്ററിന് 1,715 രൂപ വെച്ച് ആ സിംഗിൾ ടെൻഡർ അംഗീകരിച്ചു കൊടുത്തതാണ്. പിന്നീടാണ് ക്വാണ്ടിറ്റി ഡിസ്പ്യൂട്ട് ചെയ്തിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് റീടെൻഡർ വിളിക്കുന്ന നിലയിലേക്ക് വരുന്നത്. ആ റീടെൻഡർ വിളിക്കാൻ പോലും ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് സമ്മതിച്ചിരുന്നില്ല. പിന്നീടാണ് സമ്മതിച്ചത്. ആ സമ്മതിച്ചപ്പോൾ ടെൻഡർ വിളിച്ചിട്ട് അവസാനം ഇപ്പോഴും പ്രവൃത്തി നടത്തുന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് കേവലം 640 രൂപക്കാണ്. ആ നിലയിൽ ആദ്യഘട്ടത്തിൽ പ്രവൃത്തി നടന്നപ്പോൾ പരാതി വന്നതിന് ശേഷം കോഴിക്കോട് നിന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ എൻവയോൺമെൻറ്റൽ ചീഫ് എഞ്ചിനീയർ വന്ന് പരിശോധന നടത്തിയിട്ട് പറഞ്ഞത് പ്രോപ്പറായിട്ട് നന്നായിട്ട് അതിൻ്റെ ബയോമൈനിങ് നടക്കുന്നത് കണ്ണൂരിലാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് പോയത്. അപ്പോൾ അതിനുശേഷം ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയബന്ധിതമായി പ്രവൃത്തി നടന്നിട്ടില്ല. അതിനിടയിലാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അഴിമതിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ബോധപൂർവമായ പ്രചരണമാണ് ഇവിടെ ഉള്ളത്. ഇനി അഥവാ അങ്ങനെ നടന്നെങ്കിൽ അതിലൊന്നും കോർപ്പറേഷൻ്റെ ഭരണസമിതിക്കല്ല പങ്ക് എന്ന് കാണണം. അങ്ങനെ ഭരണസമിതിക്കാണ് പങ്കെങ്കിൽ 10-12 കോടിയിലധികം രൂപയുടെ അഴിമതി എന്ന് ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് പറയേണ്ടി വരും. ഇത് അഴിമതിയാണെങ്കിൽ അതും അഴിമതിയാണ്. ഇതിന് മറുപടി കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാരാണ് കൊടുക്കുന്നത്. ആ കൊടുത്തതിനകത്ത് പോരായ്മയുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഭരണസമിതിയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതൊന്നും ചർച്ച ചെയ്യുന്നതിന് മുൻകൂട്ടി തന്നെ ചില അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് അങ്ങനെയാണെന്ന് ചിത്രീകരിക്കുന്നത്. ഇല്ല മറുപടി അത് മേയർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, ഇതിന് പിറകിൽ ബോധപൂർവമായ അജണ്ടയുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ മേയർ കൊടുത്തിട്ടുണ്ട്. ആരോപണമെന്ന് പറയുന്നത് ഇതിനകത്ത് കുറേ ദിവസങ്ങളായി ഒരു ലീഡിംഗ് പത്രത്തിൽ, മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിനകത്ത് ജില്ലാ പഞ്ചായത്ത് നടത്തിയ ഒരുപാട് കാര്യങ്ങൾ, ക്രമരഹിതമായ കാര്യങ്ങളും അഴിമതി സംബന്ധിച്ചൊക്കെ വാർത്തകൾ വന്നു. ഒരു വിശദീകരണം ഇപ്പോൾ ആരും വന്നിട്ടില്ലല്ലോ. അതിനകത്ത് KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് വിവരാവകാശ പ്രകാരം എടുത്തിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഏകദേശം 12.5 കോടിയോളം രൂപ അതിൻ്റെ ടെൻഡർ ഇല്ലാതെ നിർമ്മിതി കേന്ദ്രക്കും അതുപോലെ തന്നെ സിൽക്കിനും പ്രവൃത്തി കൊടുത്തു. ആ കൊടുത്ത പ്രവൃത്തി ഇല്ല കൊടുത്തു. പക്ഷെ ആ നിർമ്മിതി കേന്ദ്രം ചെയ്യണം. ആ നിർമ്മിതി കേന്ദ്ര നേരിട്ട് കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് മറച്ചു കൊടുക്കുന്നു. ആരാണ് കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി? PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്താൽ അതിനുശേഷം മാത്രം രൂപീകരിച്ച ഒരു കമ്പനി. ആ കമ്പനിക്ക് ഇത് നേരിട്ട് കൊടുക്കുന്നു. അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ടെൻഡറായി കഴിഞ്ഞാൽ മറ്റു പലരും ചിലപ്പോൾ ബിലോ എമൗണ്ടിൽ ടെൻഡർ എമൗണ്ട് കൊടുത്തേക്കാം. അതൊന്നും കൊടുക്കാതെ നേരിട്ട് ടെൻഡർ എമൗണ്ടിന് എസ്റ്റിമേറ്റ് എമൗണ്ട് തന്നെ നേരിട്ട് ഈ നിർമ്മിതി കേന്ദ്രക്ക് ടെൻഡർ ഇല്ലാതെ കൊടുക്കുന്നു. ചില അക്രഡിറ്റഡ് ഏജൻസിക്ക് ഗവൺമെൻറ് അങ്ങനെ അധികാരം കൊടുക്കാറുണ്ട്. അംഗീകാരം സിൽക്കിന് കൊടുക്കുന്നു. സിൽക്കായാലും അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ മാത്രമല്ല, അന്വേഷിച്ചപ്പോൾ ബോധ്യമായത് മറ്റു പല ഗ്രാമപഞ്ചായത്തുകളിൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ
ഇത്തരം ഈ നിർമ്മിതി കേന്ദ്രക്ക് കൊടുക്കണം എന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിർമ്മിതി കേന്ദ്രക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ നിർമ്മിതി കേന്ദ്രത്തെ വിളിച്ച് പറയും ഇത് കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിക്കണം, അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണോ അഴിമതി? അതല്ല ഈ ഓഡിറ്റിൽ വന്നിരിക്കുന്ന ഒരു ഒബ്ജക്ഷനാണോ അഴിമതി? മറുപടി പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞു ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല ആയിക്കോട്ടെ, അങ്ങനെ വീഴ്ച സംഭവിച്ചാൽ ആ കാര്യം അന്വേഷിച്ച് ഇപ്പം അതിനകത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വിജിലൻസിന് പരാതി കൊടുക്കണം. ഞാനും ആവശ്യപ്പെടുന്നു, വിജിലൻസ് അന്വേഷിക്കട്ടെ. എന്താ തർക്കം? പൊതുപണമല്ലേ? പൊതുപണം അങ്ങനെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര കേന്ദ്രത്തിന് അങ്ങനെ ഉപയോഗിക്കാനുള്ളതല്ല. അത് ജനങ്ങളുടെ പണമാണ്. അത് ആരും തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ വിചാരണ ചെയ്യപ്പെടണം. അതിന് വിജിലൻസ് തന്നെ അന്വേഷിക്കട്ടെ. അല്ല അതിന് വലിയ നല്ല ഏജൻസി ഉണ്ടെങ്കിൽ അവരന്വേഷിക്കട്ടെ എന്നതാണ് ഞാൻ പറയുന്നത്. അല്ല, ഇത് ഇപ്പൊ ആരാണ് ഈ വിജിലൻസിന്റെ ഒക്കെ അധികാരി? അന്വേഷിക്കാലോ, പിന്നെ തീർച്ചയായും സോമോട്ടോ കേസ് എടുക്കാലോ. ഇതിനകത്ത് എന്താ സംശയിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്നും ചെയ്യോ ഇല്ല, വെറുതെ ഇല്ലാത്ത കുറെ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് നടക്കുന്നത്. ഇതിന് ക്ലിയർ കട്ടായ ഒരു സംഭവം എന്താണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ എല്ലാവർക്കും ഉണ്ട്. അതിനകത്ത് യാതൊരു വിധ അഴിമതിയും അതിനകത്ത് വേറൊരു കാര്യവും നടന്നിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അതിൻ്റെ കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ. പക്ഷെ ഇത് എന്തെങ്കിലും കോർപ്പറേഷനെതിരെ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും പറയണം, ഏതെങ്കിലും ഒരു പുകമറ സൃഷ്ടിച്ച് ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇവരെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നതാണ് പറഞ്ഞത്.